ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. നോക്കൂ, ഇവിടെ ഈ കരയുന്ന കാക്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ആ കാക്കയുടെ ജീവിതത്തിൻ്റെ, ഒരു പക്ഷിയുടെ ജീവിതം അത്ര പോലും സാമാന്യമായ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇന്ന് ഒരു മനുഷ്യന് സാധിക്കുന്നില്ല. ഒരു മൃഗത്തിൻ്റെ ജീവിതത്തേക്കാൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കി തരാനാണ് ഈ കാര്യം പറഞ്ഞത്. എന്തുകൊണ്ട് മനുഷ്യനിങ്ങനെ മഹാപതനം സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ ഒരേ ഒരു കാരണമേ അതിനുള്ളൂ. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യൻ്റെയും മാനസിക പതനത്തിനു കാരണം അനുഷ്ഠാനത്തിൻ്റെ കുറവ് മാത്രമാണ്. വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ടെങ്കിലും, എത്ര വലിയ സാലറിയുള്ള ജോലിയാണെങ്കിലും ശരി, ഈ മനസ്സിൻ്റെ വികാസത്തിന് സാധനാനുഷ്ഠാനം കൊണ്ട് മാത്രമേ ഈ മനസ്സിനെ പതനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 61ാമത് ശ്ലോകം വരെയാണ് കണ്ടത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് 62ഉം 63ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കേണ്ടതാണ്. 2ാം അധ്യായത്തിലെ 62ഉം 63ാമത് ശ്ലോകം. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷുപചായതേ സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോപി ജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. അതിമനോഹരമായിട്ടാണ് ഈ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു മനുഷ്യ മനസ്സിൻ്റെ പതനത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ആർക്കാണ് ഈ പതനം സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഈ ഭൂമിയിൽ മനുഷ്യ ശരീരം ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും അവരുടെ മനസ്സിനെ അവർ ശ്രദ്ധിക്കാതെ ജീവിതത്തിൽ യാതൊരുവിധ മാനസിക നിയന്ത്രണങ്ങളും ഇല്ലാതെ ജീവിച്ചാൽ ഓരോ മനുഷ്യനും ഈ പതനം സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതോരോ മനസ്സിൻ്റെയും അവസ്ഥയാണ്. എന്നാൽ ഇതിനെ തടയാൻ സാധിക്കുന്നത് കേവലം ആത്മാർത്ഥമായി പരിശീലിക്കുന്നവർക്ക് മാത്രമാണ്. ആ പരിശീലനം എന്താണെന്ന് ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്. കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം മാത്രമാണത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമുണ്ടാകും, ഇനി ഈ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം അനുഷ്ഠിക്കുന്നവർക്കും മാനസികമായ പതനം സാധ്യമാണോ എന്ന്. എന്നാൽ വേദാന്തത്തിൽ മഹാഋഷിമാർ, ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉറപ്പു തരുന്നുണ്ട്, ഒരു ആധ്യാത്മിക സാധകനെ സംബന്ധിച്ച് ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ പതനത്തിനോ പരാജയത്തിനോ സാധ്യതയോ സ്ഥാനമോ ഇല്ല. എന്നിട്ടും അവന് പതനം പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ്റെ അശ്രദ്ധ മാത്രമാണ്. നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് വരാം. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപചായതേ സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോ അഭിജായതേ. ധ്യായതോ വിഷയാൻ പുംസഃ, വിഷയങ്ങളെ ധ്യാനിക്കുന്ന ഒരു മനുഷ്യ മനസ്സ്, അവൻ എന്താണ് സംഭവിക്കുന്നത്? സംഘസ്തേഷു ഉപചായതേ, വിഷയങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ആ വിഷയവസ്തുക്കളോട് ഒരു സംഘം അല്ലെങ്കിൽ ഒരു അടുപ്പം വരുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവനൊരു ഇഷ്ടം തോന്നുന്നു. അപ്പോൾ ഇവനവിടെ ചെയ്യുന്നത് വിഷയത്തെ ധ്യാനിക്കുകയാണ്. വിഷയമെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള വസ്തുക്കൾ, വ്യക്തികൾ, അതെന്തുമായിക്കൊള്ളട്ടെ. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപചായതേ. ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായാൽ അവൻ അധിക സമയവും അവളെക്കുറിച്ചായിരിക്കും ആലോചിക്കുക. അങ്ങനെ സംഘാത് സംജായതേ കാമഃ. കാമമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനോടുള്ള തീവ്രമായ ആഗ്രഹം എന്നാണ്. അല്ലാതെ അത് വെറും ഒരു സെക്ഷൽ ഡിസയർ മാത്രമല്ല. ലഡ്ഡു കഴിക്കാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ലഡ്ഡുവിനോടൊരു കാമമുണ്ടാകും. ഇവിടെ ഇവൻ എന്താ സംഭവിച്ചത്? ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി, അവളെക്കുറിച്ച് തന്നെ ആലോചിച്ചു, അവളോട് എന്ത് സംഭവിച്ചു? ആഗ്രഹം, ഇഷ്ടം തോന്നി. സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ. ഇനി ഈ ഇഷ്ടം തോന്നിയ പെൺകുട്ടി ഇവനോട് സംസാരിക്കാൻ വന്നിട്ടില്ലെങ്കിലോ എന്താണ്? കാമാത് ക്രോധോഭിജായതേ. ക്രോധമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കണം. നമുക്കിഷ്ടമുള്ളൊരു വസ്തുവിനെ പ്രാപിക്കാൻ അതിനിടയിൽ ഏതെങ്കിലും ഒരു തടസ്സം വന്നാൽ ആ തടസ്സത്തോട് നമ്മുടെ മനസ്സ് പ്രതികരിക്കുന്ന വികാരമാണ് ക്രോധം.
സ്വാഭാവികമാണ്, അതെല്ലാവർക്കും ഉണ്ടാകും. അത് ഓരോ വ്യക്തികളിൽ ഓരോ വസ്തുക്കളോടായിരിക്കും, ഓരോ വിഷയങ്ങളോടായിരിക്കും. ഇവിടെ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ച് അവന് ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയോടായിരിക്കും. ഇത് കേവലം ഉദാഹരണം മാത്രമാണ്, അത് മനസ്സിലാക്കൂ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക്, 63ാമത് ശ്ലോകം. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ ക്രോധം, എപ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്? ഇഷ്ടമുള്ളൊരു വസ്തുവിനെ പ്രാപിക്കുന്നതിൽ മനസ്സ് തടസ്സം നേരിടുമ്പോൾ ആ തടസ്സത്തിനോട് തോന്നുന്ന ഇമോഷൻ, അതാണ് ക്രോധം. ക്രോധത്തിൽ നിന്നും ക്രോധാത് ഭവതി സമ്മോഹ. സമ്മോഹ മീൻസ് ഡെല്യൂഷൻ, അതായത് നമ്മുടെ മാനസിക നില തെറ്റിപ്പോകുന്നു. ദേഷ്യം വന്നാൽ നാം എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം നമുക്ക് നഷ്ടമാകുന്നു. സമ്മോഹാത് സ്മൃതിവിഭ്രമ. സ്മൃതിവിഭ്രമ, ഓർമ്മ നഷ്ടപ്പെടുന്നു. ഡെല്യൂഷനിൽ നിന്നും ദ ലോസ് ഓഫ് ദി മെമ്മറി. ദേഷ്യം വന്നാൽ നാം പെരുമാറുന്നത് ആരോടാണ് എന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ അച്ഛനെയോടോ അമ്മയോടോ ആയിരിക്കും നമ്മൾ, അവരോടായിരിക്കും ദേഷ്യപ്പെട്ട് അവരെ അടിക്കാനോ അവരെ തല്ലാനോ പോകുന്നത്. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ, ഓർമ്മകൾ നഷ്ടപ്പെടുന്നു, ദ ലോസ് ഓഫ് ദ മെമ്മറി. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ടു എ മാൻ? സ്മൃതിഭ്രംശത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ഓർമ്മ നഷ്ടപ്പെടുന്ന ആ നിമിഷം തന്നെ ബുദ്ധിനാശ. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റീവ് പവർ, ശരിയും തെറ്റും എന്താണെന്ന് വേർതിരിച്ചറിയാനുള്ള നമ്മുടെ ബുദ്ധിയുടെ ശക്തി, അത് നമുക്ക് നഷ്ടമാകുന്നു. അത് നഷ്ടമാകുന്നതോടെ ബുദ്ധിനാശാത് പ്രണശ്യതി, ആ മനുഷ്യ മനസ്സ് പൂർണ്ണമായ പതനത്തെ പ്രാപിക്കുന്നു. ഇത് ഓരോ നിമിഷവും ഓരോ മനസ്സിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഇത് പതനത്തിലേക്കുള്ള പാതയാണ്. ഒരു തവണ അതിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പുറത്തു കടക്കുക സാധ്യമല്ല. പിന്നീട് അത് ഏറ്റവും താഴത്തേക്ക് നമ്മെ വലിച്ചിടും. അതാണ് ഈ മനസ്സിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിനെല്ലാം കാരണം മനസ്സിലെ ഒരാഗ്രഹം, ഒരാകർഷണം. എന്നാൽ നേരെ മറിച്ച് ഇതേ ആകർഷണം നമുക്ക് സാധനയോട് തോന്നിയതാണെങ്കിലോ, കൃത്യനിഷ്ഠയോടും അനുഷ്ഠാനത്തോടും, അതായത് ധ്യാനത്തിലും പ്രാണായാമത്തിലുമാണ് ഇത് തോന്നുന്നതെങ്കിൽ, ഈ ആകർഷണം നമുക്ക് തോന്നുന്നതെങ്കിൽ, ഓരോ നിമിഷവും നമ്മുടെ വികാസമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ഓർമ്മിക്കണം, ഓരോ നിമിഷവും തോട്ട് ക്യാൻ മേക്ക് അസ്, തോട്ട് ക്യാൻ മാർ അസ്. ഈ ചിന്തയ്ക്ക് നമ്മെ രൂപപ്പെടുത്താനും സാധിക്കും, ഇതേ ചിന്തയ്ക്ക് നമ്മെ വിനാശത്തിലേക്ക് നയിക്കാനും സാധിക്കും. ചിന്തയാണിത്, ആകർഷണം. ആഗ്രഹം എന്നതും ഒരു ചിന്തയാണ്. ഈ ആഗ്രഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഈ ചിന്തയിൽ നിന്നുമാണ് മനുഷ്യൻ്റെ പതനം തുടങ്ങുന്നത്. ചിന്ത എന്നതൊരു സങ്കല്പമാണ്. ഈ ചിന്ത നിലനിൽക്കുന്നത് ഈ മനസ്സിലാണ്. ഈ മനസ്സ് എന്നത് പോലും വെറുമൊരു സങ്കല്പമാണ്. ദി മൈൻഡ് ഈസ് ഓൾസോ എൻ ഇല്യൂസറി പ്രൊഡക്റ്റ്. അത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ആഴത്തിൽ ധ്യാനത്തിൽ മുഴുകിയേ പറ്റൂ. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ചിന്തകളെ സാധനാനുഷ്ഠാനത്തിലൂടെ നമ്മൾ രൂപീകരിച്ചെടുക്കുമ്പോൾ മാത്രമേ ഈ മനസ്സ് നമ്മുടെ വികാസത്തിന് കാരണമാവുകയുള്ളൂ. ഒരല്പം പോലും ജീവിതത്തിൽ അനുഷ്ഠാനമില്ലാതെ നാം ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടേയിരുന്നാൽ ഈ മനസ്സ് ഏതെല്ലാം രീതിയിലാണ് നമ്മെ പതനത്തിലേക്കും പ്രയാസങ്ങളിലേക്കും പരാജയത്തിലേക്കും അപകടത്തിലേക്കും എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളിലേക്കും കൊണ്ടുപോയി എത്തിക്കുന്നത് എന്ന് ഒരിക്കലും ഈ നിമിഷം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാ പ്രശ്നങ്ങളിലും പോയി കുരുങ്ങി ഇനി പുറത്തു കടക്കാൻ സാധിക്കാത്ത രീതിയിൽ നാം അകപ്പെട്ടു പോകുമ്പോൾ ആ നിമിഷം കിടന്ന് ദുഃഖിക്കും. ചിലരാണെങ്കിൽ ആത്മഹത്യ ചെയ്യും. ആ നിമിഷം ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ കാര്യം, ഏതു കാര്യം? സാധനാനുഷ്ഠാനത്തിൽ യാതൊരു കാരണവശാലും മുടക്കമോ വിട്ടുവീഴ്ചകളോ വരുത്താൻ പാടില്ല. കാരണം എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കുമോ? ഒളിച്ചോടാൻ സാധിക്കുമോ? പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഈ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ലോകത്തിൽ എത്ര കാലം നാം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം പ്രശ്നങ്ങളും പ്രതിസന്ധികളും സദാ നേരിട്ടുകൊണ്ടേയിരിക്കണം. പക്ഷേ അതിൽ തകരാതെ ശക്തവും ദൃഢവും കരുത്തും എന്നാൽ അതോടൊപ്പം ഊർജവും പ്രചോദനവും സമൂഹത്തിനു കൂടി മാർഗദർശനം നൽകിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു മനസ്സിനെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ്
ഭഗവാൻ നമുക്ക് മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതിനൊരേയൊരു മാർഗമേ ഉള്ളൂ, കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം. സമയമെടുത്തുകൊണ്ട് നാം ജപിക്കേണ്ടതാണ്. 5 മണിക്ക് എണീക്കൂ രാവിലെ. ബുദ്ധിമുട്ടാണെങ്കിലും നാം വിചാരിച്ചാൽ ഒരു കാര്യം മനസ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. പ്രാണായാമവും സൂര്യനമസ്കാരവും ചെയ്ത് ഒരു ജപമാല എടുത്തുകൊണ്ട് 108 തവണ ഏത് മന്ത്രമായാലും ശരി പൂർണ്ണമായും മനസ്സുകൊണ്ട് ജപിക്കൂ. നിങ്ങളുടെ ശ്രദ്ധ ജപിക്കുന്ന മനസ്സിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ക്രമേണ ഈ മനസ്സിൽ പരിവർത്തനങ്ങൾ, വികാസങ്ങൾ സംഭവിക്കട്ടെ എല്ലാവർക്കും. ഒരിക്കലും വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഈ മനസ്സിനെ നാം ഒരിക്കലും വിശ്വസിക്കരുത്. സാധനയിൽ അടിയുറച്ച ഉറപ്പും ദൃഢതയും വിശ്വാസത്തോടും കൂടി ഓരോ ദിവസവും നാമം ജപിച്ചുകൊണ്ടേയിരിക്കും രാവിലെ. ഇനി ഇരുന്ന് ജപിക്കാൻ കുറച്ചു നേരം അതിനെ മാറ്റിവെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഏതു കർമ്മം ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഈ നാമത്തെ കൊണ്ടു നടക്കും. ഭഗവാൻ കൃഷ്ണൻ നാമരൂപത്തിൽ എപ്പോഴും കൂടെയുണ്ട്. ആ മനസ്സിലേക്ക് അപകടങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങൾ, പതനത്തിൻ്റെ മഹാചുഴി, അതിലേക്ക് നാം വീണു പോവുകയില്ല. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഓരോ നിമിഷവും മറക്കരുത്, ചിന്തയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. ഇതേ ചിന്തകളാണ് നമ്മെ പതനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ചിന്തകളെ നല്ല രീതിയിൽ, ഈ ചിന്തകളെ നമുക്കും സമൂഹത്തിനും പ്രയോജനമാകുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ, ചിന്തകൾക്ക് പുതിയ സൃഷ്ടി നൽകുവാൻ സാധന അനുഷ്ഠിച്ചേ പറ്റൂ. അതിന് ഏവർക്കും സാധിക്കട്ടെ. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.